യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 5-6 വാക്യങ്ങൾ. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ആവശ്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽപ്പെട്ടുഴലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വളരെ തീവ്രതയുള്ളവയായിരിക്കും. ദൈവത്തിൽ നിന്ന് എത്രയും വേഗം നാം ആഗ്രഹിക്കുന്ന പരിഹാരം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നതും. എന്നാൽ ഉടനടി മറുപടി ലഭിക്കാതിരുന്നാൽ നാം നിരാശപ്പെടുകയില്ലേ? ദൈവത്തിൽ പ്രത്യാശയുള്ളവർ തങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് അറിയിച്ചാൽ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഉത്തരം ലഭിക്കാതിരുന്നാലും ഭാരപ്പെടേണ്ടതില്ലെന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് ഇവിടെ കാണുന്ന സംഭവം. പ്രാർത്ഥിച്ചതുപോലെ ഉത്തരം ലഭിച്ചില്ല എന്നതിനർത്ഥം ദൈവത്തിന് നമ്മോട് സ്നേഹവും കരുണയും കരുതലും ഇല്ലെന്നല്ല. നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഒരു കുടുംബത്തിലെ എല്ലാവരെയും യേശു ഒരുപോലെ സ്നേഹിച്ചിട്ടും അവരുടെ പ്രതിസന്ധിയിൽ അവരെ സഹായിക്കാൻ ഉടനെ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം സ്വാഭാവികമാണ്. നമ്മുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. സ്വർഗത്തിലും ഭൂമിയിലും തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യാൻ അധികാരമുള്ള ദൈവം തൻ്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കും. അപ്പോൾ തന്നെ അതിൻ്റെ ആത്യന്തിക ഫലം നമുക്ക് അനുഗ്രഹമായിരിക്കുമെന്ന് തീർച്ച. ദൈവസ്നേഹത്തെ ഒരിക്കലും സംശയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു.